ഹായ് സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ പോകുന്നത് അമ്പനാട്ടോട്ടാണ് കേട്ടോ. കൊല്ലം ജില്ലയിലെ അമ്പനാട് ഹിൽസ് എന്ന് പറയുന്ന ഒരു വ്യൂ പോയിൻറ്റിലോട്ടാണ്. കുറച്ച് തേയിലപ്പാടങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ അടിപൊളി കാഴ്ചയാണ്. നമ്മൾ മഴക്കാലത്ത് വരുമ്പോഴത്തേക്ക് അടിപൊളിയാണ് കേട്ടോ. ഇവിടെ മൊത്തം നല്ല രസമുള്ള സ്ഥലമാണ്. നല്ല മഞ്ഞെല്ലാം മൂടി നല്ല അടിപൊളിയായിട്ട് കിടക്കുന്ന ഒരു മനോഹരമായ ഒരു സ്ഥലമാണ്. സംഭവം എന്താ, നല്ല മഴയുണ്ട്. മഴയുള്ളത് കൊണ്ട് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. മഴക്കാലത്ത് കാണാൻ ഭംഗിയാണ്, പക്ഷേ യാത്ര ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അടിപൊളി ഒരു കാഴ്ചയാണിത് കേട്ടോ. നമുക്ക് ഞാൻ ഇവിടെ നിന്ന് ഒരു 8-9 കിലോമീറ്ററോളം പോകണം. അമ്പനാട് ഹിൽസിലേക്ക് ഒരു 8-9 കിലോമീറ്റർ പോകണം. ഞാൻ അവിടെ ഒരു കടയിൽ ചോദിച്ചപ്പം 9 കിലോമീറ്റർ ഉണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ മുകളിൽ മൊത്തം പൈനാപ്പിൾ തോട്ടമാണെന്ന് തോന്നുന്നു കേട്ടോ. പൈനാപ്പിൾ തോട്ടമാണ് മുകളിൽ മൊത്തം. മഴ പൊടിക്കുന്നതുകൊണ്ടേ ഹായ് സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മൾ അമ്പനാട്ടോട്ട് പോകുന്ന വഴിയിലുള്ള ഒരു ചെറിയ ഒരു വെള്ളച്ചാട്ടമാണ്. വെള്ളച്ചാട്ടമൊന്നും പറയാനൊന്നുമില്ല, ഒരു കൊച്ചൊരു അരുവിയാണ് കേട്ടോ. അപ്പോൾ അടിപൊളി തണുപ്പ്. അപ്പോഴത്തേക്ക് ഇവിടെ ഇങ്ങനെ ഇറങ്ങിയാണ്. ഇവിടെ ഒരു ചെറിയ ക്ഷേത്രമുണ്ട്, ഒരു പാലമുണ്ട്. നമുക്ക് പോകുന്ന വഴി തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അടിപൊളി സ്ഥലമാണ്. നമ്മളിങ്ങോട്ട് വന്ന വഴി കണ്ട ചെറിയൊരു വെള്ളച്ചാട്ടമാണ്. വെള്ളച്ചാട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാലത്തിൻ്റെ അടിയിലോട്ടാണ് ഇത് ഒഴുകി പോകുന്നത്. അത്യാവശ്യം അടിപൊളിയാണ് കേട്ടോ. കുളിക്കാനൊക്കെ പറ്റിയ ഒരു നല്ല സംഭവമാണ്. താഴെ ഇറങ്ങിയാൽ നമുക്ക് കുളിക്കാനൊക്കെ പറ്റും. അടിപൊളി സ്ഥലമാണ്. ഇത് ഡേഞ്ചർ എന്നുള്ള സ്ഥലമല്ല, ഇവിടെയൊക്കെ നമുക്ക് ഇറങ്ങാം അത്യാവശ്യം. അപ്പോൾ അടിപൊളി സ്ഥലമാണ്. നമ്മളിപ്പോൾ അമ്പനാട്ടോട്ട് പോവുകയാണ്. പോകുന്ന വഴിയിലേക്കുള്ള മനോഹരമായ കാഴ്ചയാണ് കേട്ടോ. സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ അമ്പനാട്ടോട്ട് പോകുന്ന വഴിക്ക് കണ്ട ഒരു കാഴ്ച, അടിപൊളി ഒരു കാഴ്ച. ഒരു ചെറിയൊരു ഗ്രാമം, കുറച്ച് ലയങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അവിടുത്തെ പണിക്കാരുടെ ലയങ്ങളൊക്കെ ആണെന്ന് തോന്നുന്നു. അപ്പോൾ അടിപൊളി മനോഹരമായ ഒരു സ്ഥലമാണ്. ഒരു ചെറിയൊരു ആറ്, ചെറിയ ആറെന്നോ അരുവിയെന്നോ വേണേൽ. അപ്പോൾ മഴ ഇപ്പോൾ ചെറുതായിട്ട് തോന്നിയിരിക്കുക കേട്ടോ. അപ്പോൾ ഇഷ്ടംമാതിരി ആൾക്കാർ കേട്ടോ, ഇഷ്ടംമാതിരി ബൈക്കിനകത്ത് ഒരു ഇഷ്ടംമാതിരി ആൾക്കാർ. ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര ആൾക്കാർ ഈ അമ്പനാട്ടോട്ട് പോകുന്നത് കണ്ടത്. നമ്മൾ മൂന്നാറൊക്കെ പോകുന്ന കണക്കുള്ള ആൾക്കാർ, അത്രയ്ക്കും തിരക്കുണ്ട് കേട്ടോ, നല്ല തിരക്കുണ്ട്. ഇപ്പോൾ താഴോട്ട് ഒത്തിരി ആൾക്കാർ ഇങ്ങോട്ട് ഇറങ്ങിപ്പോയി ബൈക്കിനകത്ത്. ഒരു 10-15 ബൈക്ക് ഒരുമിച്ച് ഇങ്ങനെ പോയി. അപ്പോൾ എനിക്കത് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, കാരണം വെച്ചാൽ നല്ല മഴയുള്ളതുകൊണ്ട്. അപ്പോൾ അടിപൊളി കാഴ്ചയാണ്. അവിടെ താഴെയൊക്കെ നല്ല വെള്ളച്ചാട്ടങ്ങളും കാര്യങ്ങളും. ഈ മഴയത്ത് വന്നാൽ ഇങ്ങനൊരു കാര്യമുണ്ട്, നല്ല കാഴ്ചകളൊക്കെ കിട്ടും. പക്ഷേ മഴയാകുമ്പോൾ നമുക്ക് കുറേ ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അടിപൊളിയാണ് കേട്ടോ, അടിപൊളി ഒരു സ്ഥലമാണ് അമ്പനാട് ഹിൽസ്. മാമ്പഴത്തറ ആദ്യം നമ്മൾ മാമ്പഴത്തറയിൽ നിന്നാണ് വന്നത്. അപ്പോൾ ആദ്യം ആ വീഡിയോ കണ്ടിട്ട് വേണം നമ്മൾ ഈ വീഡിയോ കാണാൻ. അപ്പോൾ എന്തായാലും വീഡിയോ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.
അങ്ങനെ നമ്മൾ അമ്പനാടോട്ട് പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പം താഴെയൊക്കെ കുറച്ച് വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ നല്ല അടിപൊളി കാഴ്ചകളാണ്. അപ്പോൾ ഇതിലെ നമുക്ക് നേരെ പോയി കഴിഞ്ഞാൽ നമ്മൾ അമ്പനാട് കയറണം. ബൈക്കിന് 100 രൂപയാണ്. ബൈക്കിന് 100 രൂപ, കാറിനാണ്ട് 400 രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് നേരെ അച്ചൻകോവിൽ പോകാൻ പറ്റും കേട്ടോ. അച്ചൻകോവിൽ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ ചെന്നിറങ്ങാൻ പറ്റും. പക്ഷേ നമുക്കതിലെ പോകുന്നത് ഭയങ്കര റിസ്ക്കാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ആനയും മറ്റു മൃഗങ്ങളുമൊക്കെ ഉള്ള ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഫോറസ്റ്റാണ്. അപ്പോൾ അതിലെ അങ്ങനെ പോകാൻ പറ്റത്തില്ല. ഫോറസ്റ്റ് കുഴപ്പമില്ലെന്ന് തോന്നുന്നു, അവർ വിടുമെന്ന് തോന്നുന്നു. പക്ഷേ സംഭവം ഡേഞ്ചറാണ്, രണ്ടും കൽപ്പിച്ച് പോകണം. ഞാനൊരു പ്രാവശ്യം അവിടെ വന്നതാണ്, നമ്മളുടെ കൊറോണ ടൈമിനൊക്കെ. അന്ന് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, നമ്മൾ യൂട്യൂബൊന്നും ഇല്ലാത്ത സമയത്ത് ഇങ്ങനെ അതിലേ കയറി ഇങ്ങനെ വന്നതാണ്. അടിപൊളി ഒരു കാഴ്ചകളാണ് കേട്ടോ അതിലേക്കൂടെ വരുമ്പം കിട്ടുന്നത്. ഇവിടുത്തെ കാഴ്ച എന്ന് വെച്ചാൽ വേറൊരു ലെവലാണ് കേട്ടോ. നമ്മൾ പിന്നെ പൊന്മുടിയിലോട്ടൊക്കെ പോകുന്ന കണക്കുള്ളൊരു വ്യൂ ആണ് ഇവിടെയൊക്കെ കിട്ടുന്നത്. താഴെയൊക്കെ കുറേ വെള്ളച്ചാട്ടങ്ങളുണ്ട് കേട്ടോ. താഴെ ഒരു ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉണ്ട്. അടിപൊളി കാഴ്ച കേട്ടോ, സൂപ്പർ. റോഡത്ര പോയി കിടക്കുക, റോഡ് മൊത്തം കട്ടറൊക്കെ തന്നെ കേട്ടോ. നല്ല മഴയായി. ഞാൻ രാവിലെ ഇറങ്ങി, ഇപ്പോൾ ഇവിടെ നിന്ന് വിടേണ്ട സമയം കഴിഞ്ഞ്. കുറേ സ്ഥലത്തൊക്കെ കയറി നിന്ന് കോട്ടൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് വീഡിയോ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ട്. അപ്പോൾ നമ്മുടെ തേയിലപ്പാടങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഹാരിസൺ മലയാളം. അപ്പോൾ ഞാനിങ്ങനെ കയറി നേരെ നമ്മുടെ ഹാരിസൺ മലയാളം തേയിലത്തോട്ടത്തിൻ്റെ അവിടെ നമ്മളിപ്പോൾ വന്നിട്ടുണ്ട്. എയർപിൻ വളവാണ് കേട്ടോ. അടിപൊളി സ്ഥലം. ഞാൻ ആദ്യമായിട്ടാണ് ഈ കാലാവസ്ഥയിൽ നമ്മൾ അമ്പനാട് ഹിൽസിൽ വരുന്നത്. അടിപൊളി ഒരു കാഴ്ചയാണ് കേട്ടോ. നല്ല മഞ്ഞൊക്കെ മൂടി ഇങ്ങനെ മഴയായിട്ട് കിടക്കുകയാണ് കേട്ടോ. നല്ല ഫുള്ള് മഴയാണ്. മഴ തോന്നുന്നു, ഇപ്പോൾ ചെറുതായിട്ട് മഴ തോന്നുന്നു. നമ്മളങ്ങനെ ഇവിടെ നിൽക്കുകയാണ് കേട്ടോ. ഹെൽമെറ്റ് പോലും കോട്ട് പോലും ഊരിയിട്ടില്ല. നല്ല മഴയാണ്. അപ്പോൾ നല്ലൊരു കാലാവസ്ഥ. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു കാലാവസ്ഥയിൽ നമ്മൾ അമ്പനാട് ഹിൽസിൽ വരുന്നത് തന്നെ. അപ്പോൾ നല്ല ഒരു അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഇവിടെ മുകളിലോട്ട് തേയിലത്തോട്ടങ്ങളാണ്, ഫുള്ള് തേയിലത്തോട്ടം. ആന വല്ലതും ഉണ്ടോ? ഇവിടെ നിന്നാൾ വന്നപ്പോൾ ആനയെ കണ്ട സ്ഥലം. ഇത് ഫുള്ള് ഇങ്ങനെ തേയിലത്തോട്ടമാണ് കേട്ടോ. മുകളിലോട്ട് നമ്മൾ വാഗമണിലൊക്കെ പോകുന്ന കണക്കുള്ള ഒരു അടിപൊളി സ്ഥലമാണ്. ഇതിനകത്ത് ഏലം അങ്ങനെയുള്ള സംഭവമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഗ്രാമ്പും ഏലവും പിന്നെ കാപ്പിയും തേയിലയും എല്ലാം കൂടെ ഒരുമിച്ചുള്ള തോട്ടങ്ങളാണ് കേട്ടോ. ഒരു സ്ഥലമാണ്. ഇപ്പോൾ ഇരുട്ടി അടച്ച് കിടക്കുകയാണ് കേട്ടോ. നല്ല മഴയുടെ ഒരു ഇതാണ്. നമ്മൾ വന്നപ്പോൾ ഇത്രയും മഴയൊന്നും ഇല്ലായിരുന്നു. ഇങ്ങോട്ട് കയറി വന്നപ്പോഴത്തേക്ക് ഫുള്ള് നല്ല അടിപൊളി മഴയും നല്ല കാലാവസ്ഥയും. വെയിലത്ത് വരുമ്പോൾ നമ്മൾ വിചാരിക്കും മഴയത്തൊന്നും വരണമെന്ന്. മഴയത്ത് വരുമ്പം ഇതാണ് കാലാവസ്ഥ. പക്ഷേ നമുക്ക് കാണാൻ കാഴ്ചകളൊക്കെ അടിപൊളിയായിരിക്കും. പക്ഷേ കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ആയിരിക്കും. മഴ ചെയ്യുമ്പോഴത്തേക്ക് കോട്ടൊക്കെ ഇല്ലെങ്കിൽ ഭയങ്കര മെനക്കേടാണ്.
മഴയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം വെച്ചാൽ അത്രയും ആൾക്കാരാണ് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളില്ല വാഗമണിലൊക്കെ പോകുന്ന കണക്കുള്ള തിരക്കാണ് ഇതിലോട്ട്. അപ്പോൾ അവിടെ ഒരു ചെറിയൊരു അരുവി ഒഴുകുന്നുണ്ട് കേട്ടോ, നല്ല സൗണ്ട്. നോക്കാം, ചെറിയ അരുവിയല്ല, അത്യാവശ്യം വലിയ അരുവിയാണ്. എവിടെ നോക്കിയാലും ഇപ്പം വെള്ളച്ചാട്ടമോ അരുവികളൊക്കെ തന്നെ.